ഹലോ സാന്ത്വനം രണ്ടാം ഭാഗം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയിൽ ശ്രീദേവി നമ്മുടെ ബാലച്ചനോട് പറഞ്ഞു കൊടുക്കുക, ബാലച്ചന്റെ ഇഷ്ടം പോലെയല്ലേ ദേവമംഗലം പോകേണ്ടത്, ബാലച്ചൻ തീരുമാനിക്കുന്നത് പോലെയല്ലേ, ഇവിടെ ഇപ്പൊ ആരോടും ചോദിക്കാതെയും പറയാതല്ല ഒരു കാറ് കൊണ്ടുവന്നത്, അത് ശരിയാണോ ബാലച്ച എന്നൊക്കെ ചോദിച്ച് ചെറുതായിട്ടൊന്ന് പിരിയേറ്റി വിടുവാട്ടോ. അപ്പുറത്ത് നമ്മുടെ മീനാക്ഷിയുടെ വീട്ടിലെ മീനാക്ഷിയുടെ അച്ഛനും അമ്മയും, അച്ഛൻ അമ്മയോട് പറയുന്നുണ്ട് അവരെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് ഈ വീട്ടിലേക്ക് കൊണ്ടുവരിക, അതിന് മുന്നൊരുക്കമായിട്ടാണ് ഞാൻ ഈ പ്രവൃത്തി ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മീനാക്ഷിയുടെ അച്ഛന്റെ അമ്മയുടെ ഉദ്ദേശം കൊള്ളത്തില്ല അല്ലെ പ്രേക്ഷകര്. മീനാക്ഷി അപ്പം നമ്മുടെ ആകാശിന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തോ എനിക്ക് ഭയങ്കര പേടി തോന്നുന്നു. ആകാശം മിത്രയും ഉണ്ട് കേട്ടോ. അപ്പൊ മിത്രയോടായിട്ടാണ് മീനാക്ഷി പറയുന്നത്, എനിക്ക് ഭയങ്കര പേടി തോന്നുന്നു, ഈ നമ്മുടെ ദേവമംഗലത്ത് എന്തോ ഒരു വലിയൊരു യുദ്ധം, ഒരു ഒലച്ചിൽ വരാൻ പോകുന്ന പോലെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നൊക്കെ ഉണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് നമ്മുടെ മിഥുൻ സീരിയസ് ആയിട്ട് ഓക്സിജൻ ഒക്കെ വെച്ച് ഹോസ്പിറ്റലിൽ കിടക്കുക കേട്ടോ, ICUയിൽ കിടക്കുക. അവിടെ നമ്മുടെ ബാലച്ചൻ വന്ന് നമ്മുടെ മിഥുന്റെ കാര്യങ്ങളൊക്കെ ഡോക്ടറോട് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ ആര്യനും ഇത്രയും കൂടി അത്യാവശ്യമായിട്ട് എവിടെയൊക്കെയോ പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, ആരൊക്കെയോ കാണാൻ വേണ്ടി കേട്ടോ. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? മിഥുന് ജീവൻ തിരിച്ചു കിട്ടിയാല് മിഥുൻ ഉറപ്പായിട്ടും അതിന് പകരം വീട്ടാൻ വേണ്ടി നമ്മുടെ ആര്യന്റെയും മിത്രയുടെ അടുത്ത് ചെന്നിരിക്കും അല്ലെ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.